സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റണില്ല എൻ്റെ അനുമോളും അനുമോളുടെ PR. സത്യം ഇപ്പം നമുക്ക് തുറക്കാൻ പറ്റില്ല, അനുമോളുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അത്രയും കഷ്ടപ്പെട്ട് സഫർ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വന്ന് വിജയിച്ചിട്ടും അനുമോൾക്ക് അതിൻ്റേതായൊരു എന്താ പറയുക, അത് ആസ്വദിക്കാൻ പറ്റുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട്. കാരണം എനിക്കറിയാവുന്ന എത്രയോ പേര് അനുമോളെ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ എന്നിട്ട് പോലും PR അനുമോള് ഇപ്പോൾ സ്റ്റാർ മാജിക് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം. അനുമോൾ എന്ന് പറഞ്ഞാൽ മനസ്സിലൊന്നും വെക്കാതെ എല്ലാവരോടും പെട്ടെന്ന് വെട്ടി തുറന്ന് സംസാരിക്കുക, വിശ്വസിക്കുക, കരയുക, ചിരിക്കുക, ഇതൊക്കെ തന്നെയാണ് പുള്ളിക്കാരുടെ റിയൽ നേച്ചർ. ഇതും കൊണ്ട് ബിഗ് ബോസിൽ പോയതാണ്. പോകുന്നതിനായിട്ടുള്ള മുന്നേ പുള്ളിക്കാരി ഒരു മണ്ടത്തരം ചെയ്ത് എന്ത് PR പുള്ളിക്കാരി ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അവർ സമ്മതിച്ചൊരു കാര്യം തന്നെ. പക്ഷെ എനിക്ക് തോന്നുന്നു അനുമോള് PR ഒന്നും എടുക്കേണ്ട യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. കാരണം അനുമോൾ അവിടെ നെഗറ്റീവ് കാണിച്ചിട്ട് പോലും ഇത്രയും പ്രേക്ഷക പിന്തുണയുണ്ട്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. പിന്നെ എന്തിനാണ് PR-ൻ്റെ ആവശ്യം? നെഗറ്റീവ് ആവാതിരിക്കാൻ എന്നാണ് അനുമോൾ ലാലേട്ടനോടൊരു എപ്പിസോഡിൽ പറഞ്ഞത്. പക്ഷേ ഈ PR കാരണം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവായിട്ടുള്ള ഒരേ ഒരു വ്യക്തി അനുമോളാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. PR വെച്ചതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. കാരണം അവർ ജയിച്ചതായിക്കോട്ടെ, അവരുടെ ടാസ്കുകളായിക്കോട്ടെ, എല്ലാം ബിഗ് ബോസിലെ പെർഫോമൻസ് ആയിക്കോട്ടെ, അതിനുശേഷം അവർ PR കൊണ്ട് നെഗറ്റീവ് ആയിരിക്കുക, അതും PR വെച്ച് പോസിറ്റീവ് ആവണമെന്നൊരു ആഗ്രഹിച്ചൊരു വ്യക്തി. സോ PR-ൻ്റെ ഒന്നും ഒരു ആവശ്യം അനുമോൾക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി കണ്ടസ്റ്റൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവണില്ല. അവരുടെ PR പഠിപ്പിച്ച് വിട്ടത് കൊണ്ടാണോ എന്ന് പറയുന്നത്. Day 1 തൊട്ട് അവരുടെ മെയിൻ ടാർഗറ്റ് അനുമോളായിരുന്നു. ഈ അനുമോള് നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതായത് Day 1 തൊട്ട് അനുമോളെ ബുള്ളി ഗ്യാങ് എന്നൊക്കെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളെ വിളിച്ചത് ഏഷ്യാനെറ്റ് ന്യൂസാണ്, നമ്മളാരുമല്ല. അവർക്ക് വരെ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 3 മാസത്തെ മുന്നുള്ള ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കുറച്ച് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തമായിട്ട് ബുള്ളി ഗ്യാങ്ങിനെ പറ്റി പറയുന്നുണ്ട്. ഈ ഗ്യാങ് അകത്തോട്ട് വരുന്നു, അനുമോൾ ഒന്നും ചെയ്തില്ലെങ്കിലും Day 1 തൊട്ട് ഡയറക്റ്റ്, എനിക്കൊന്ന് Day 1 കൂടുതൽ ഒരു സെക്കൻഡ് വീക്കൊക്കെ ആയപ്പോഴേക്കും അത് കുറച്ചും കൂടി. ഇവർ നേരിട്ട് അറ്റാക്കുകളാണ്. അതായത് ഗ്രൂപ്പ് ചേർന്നിരുന്നു ഇവരെ വ്യക്തിഹത്യ ചെയ്യുക, ഇവർ സ്റ്റാർ മാജിക്കിൽ ഇങ്ങനെയായിരുന്നു, ഇന്ന ആളായിട്ട് മറ്റേതായിരുന്നു, അമ്മയെ മോശം പറയുക. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഇത് കഴിഞ്ഞ് അനുമോൾ കുറേ നമ്മളെ പറയുമ്പോൾ നമ്മളത് തിരിച്ചു പറയില്ല. പക്ഷെ അനുമോൾ പറഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി കൂടിപ്പോയി. ഒറ്റയ്ക്ക് നിന്ന് ഒരുപാട് പേർക്കെതിരെ ഫൈറ്റ് ചെയ്തു. അപ്പോൾ അനുമോളും തിരിച്ച് ഇതേ രീതിയിൽ തന്നെയാണ് തിരിച്ചു കൊടുത്തത്. പക്ഷെ പ്രശ്നം എവിടെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ചെയ്ത തെറ്റുകളും ശരികളൊക്കെ ബിഗ് ബോസ് ഏഷ്യാനെറ്റ് ആണെങ്കിലും നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്തു. വീക്കെൻഡ് എപ്പിസോഡുകളല്ലാതെ എക്സ്പോസ് ചെയ്യാൻ ട്രൈ ചെയ്തു. പക്ഷെ ബാക്കിയുള്ളവർ കണ്ടസ്റ്റൻസ് പറഞ്ഞ പലതും പുറത്തും വന്നിട്ട് ലൈവ് കണ്ടവർക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ അവരെ വീക്കെൻഡ് എപ്പിസോഡുകളിൽ മൈൻഡ് ചെയ്തിട്ട് പോലും. അപ്പോൾ അവർ ചെയ്ത തെറ്റുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. പക്ഷേ ആ കണ്ടസ്റ്റൻസ് Day 1 തൊട്ട് അനുവിനെതിരെ വന്നു, ഔട്ടായി പോയതിനു ശേഷം അനുവിനെതിരെ കളിക്കുന്നു. പുറത്ത് ഇറങ്ങിയതിനു ശേഷം അവരുടെ ഒരേ ഒരു കണ്ടന്റ് അനുമോളാണ്. അവരും PR, പുറത്തുള്ള ആളും PR. ദൈവം തമ്പുരാൻ അറിയാം.